ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു പ്രമേയ സീട്രി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല പഴുത്തു പോയ പഴം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ, അതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു ഹൽവയാണ്. ഒരു 10 മിനിറ്റ് സമയം മതി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം തന്നെ 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുവാണേ. നന്നായിട്ട് ഇതുപോലെ മിക്സ് എടുക്കുക. ഈ ഒരു ഭാഗത്തിന് ഒരല്പം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ശർക്കര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ നല്ല പഴുത്തിട്ടുള്ള റോബസ്റ്റ പഴമാണ്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് പഴം ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം കേട്ടോ ഇതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ റോബസ്റ്റ പഴം തന്നെ ഉപയോഗിക്കണേ, വേറെ പഴമൊന്നും പറ്റില്ല. അപ്പോൾ പഴം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് അടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ടാലും. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയൊന്നും വരാതെ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കണേ. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം നെയ്യിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ബനാന പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടിതൊന്ന് വരട്ടി കൊടുക്കാം കേട്ടോ. വളരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടോ ലോസി ടെക്സ്ചറിലോട്ട് ഇതായിട്ടുണ്ട്. കണ്ടോ ഒരു കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി, അതായത് ആ പഴത്തിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർക്കാം. അപ്പോൾ ഒരു കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ട് ഉരുക്കിയതിന് ശേഷം. അപ്പോൾ ഇതിലോട്ട് ഞാനിപ്പോൾ ശർക്കരപ്പാനി ഒന്ന് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പാകം കണ്ടോ, കുറച്ചുകൂടി ഒന്ന് നമ്മൾ ശർക്കരപ്പാനി ഇട്ടതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ഈ ഒരു പാകം ആകുമ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സാണ്, അതും കൂടി ചേർത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇളക്കി കൊടുക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൽവ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഫേം ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നോക്കിയാൽ കുറച്ചുകൂടി ടെക്സ്ചർ മാറിയിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് ബ്രൗൺ ആയില്ലേ. ടെക്സ്ചർ കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എളുപ്പ വഴിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു അല്പം എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് നോക്കുക. കണ്ടോ ഇട്ടതിന് ശേഷം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് പാകമായിട്ടുണ്ട്. കണ്ടോ ഇത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പാകമല്ല എന്ന് മനസ്സിലാക്കാം. ഇത് കുറച്ച് സമയം കൂടി ഒന്ന് വരട്ടി കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ ഇട്ട ഓയിലാണ് പുറത്തോട്ട് വന്നു തുടങ്ങിയത്. ഈ ഒരു പാകം എത്തുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇങ്ങനെ ഉരുട്ടി നോക്കുക. ആ ഒരു പാകം കണ്ടോ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓഫാക്കാം. നെയ്യിൽ ഫ്രൈ വെച്ചിട്ടുള്ള നട്ട്സാണേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അവസാനമായിട്ട് ഒരല്പം ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ. ഇതിപ്പോൾ കണ്ടില്ലേ ആ ഒരു പാകം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് പാത്രത്തിൽ ഓടി നടക്കുന്നൊരു പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നെയ്യ് തടവിട്ടുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറട്ടെ, അതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. സാവധാനത്തിൽ നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരുപാട് അങ്ങ് ഓയിലി അല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഹൽവേനേക്കാളൊക്കെ നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല ഒരുപാട് ഓയിലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.